ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ 2 ആഴ്ച വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഈ സൺഡേ പുറത്തിറങ്ങിയതാണേ. ആദ്യം ഹോസ്റ്റലിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കണം, അതിനുശേഷം ഫ്രണ്ട്സിനെയൊക്കെ കാണണം, ഒരു ലൈവൊക്കെ പോകണം. അതൊക്കെ പ്ലാൻ ചെയ്താണ് പോകുന്നത്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പാർക്കാണ് കേട്ടോ. അടിപൊളിയല്ലേ? സത്യത്തിൽ ഞാൻ ഇതിലെ കൂടെ അല്ല കേട്ടോ എന്നും പോകുന്നത്, പക്ഷേ ഈ പാർക്കും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലെ കൂടെ ചുറ്റിക്കറങ്ങി വന്നതാണ്. ഇത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ. കാരണം ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോൾ ഫുഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുഡിനൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. എന്തായാലും ഒരു ഹാഫ് ആൻ അവറെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം, അതിന് ശേഷമേ നമുക്ക് കിട്ടൂ. 2 വീക്സിന് മുമ്പ് ഞാൻ സൗമ്യയും സിൽജയും കൂടി ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറേ സമയം ഇരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ട് പിന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് പോയ ആൾക്കാരാണ്. പിന്നെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് നല്ല വിശപ്പുള്ളതുകൊണ്ടും ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ ഞാനിവിടെ എപ്പോൾ വന്നാലും കുറേ മലയാളീസിനെയൊക്കെ കാണാറുള്ളതാണ്. ഇന്ന് ഞാനാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഇവിടെ വന്നത്. പക്ഷെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ മലയാളീസൊക്കെ വന്നായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയാണ് ഇന്നത്തെ ദിവസം കളയുക എന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അങ്ങനെ നീണ്ട അരമണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വെജ് ബിരിയാണി കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഞാൻ സ്ട്രോബെറി ജ്യൂസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് തന്നെ അടിച്ചു പിരിക്കി. പക്ഷേ ഹാഫൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ വയറ് ഫുള്ളായി, ബാക്കി ഞാൻ കളഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസ് പാർക്കിലേക്ക് പോയി. അവിടെ നല്ല വെയിലുള്ള സ്ഥലത്ത് കുറച്ച് നേരം ഇരുന്ന് വെയിലൊക്കെ കാഞ്ഞിങ്ങനെ ഇരിക്കും, അത്ര തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു. കുറച്ച് നേരം ലൈവൊക്കെ പോയി. ലൈവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സിൽജിയും സൗമ്യൊക്കെ വിളിക്കുന്നത്. അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ പോയി ആ ലൈവ് കണ്ടിന്യൂ ചെയ്യായിരുന്നു കേട്ടോ. അവർ നമ്മുടെ ജെറുസലേമിലെ പിസ്സ ഹട്ടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. എൻ്റെ ലൈവൊക്കെ കണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പം. പിന്നെ ഞാൻ എൻ്റെ ഫോണും ബ്ലൂടൂത്തും ഒക്കെ സൗമ്യയ്ക്കും സിൽജിക്കുമായിട്ട് കൈമാറി. എന്ത് ചെയ്യാൻ, ഇടയ്ക്ക് വെച്ച് ലൈവ് അങ്ങ് എൻഡായിപ്പോയി കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ സൺസ്ക്രീനൊക്കെ തീർന്നിരിക്കുകയായിട്ട് ഞാൻ ഇത് വാങ്ങണമെന്നൊക്കെ പറഞ്ഞു പോയതാണേ. പക്ഷേ ഇവരെ രണ്ടിനെയും കണ്ടപ്പോൾ ഞാൻ അതൊക്കെ മറന്നും പോയി. ഇനി അടുത്ത സൺഡേ വരെ വെയിറ്റ് ചെയ്തിരിക്കണം ഇതൊക്കെ വാങ്ങാൻ. ഇടയ്ക്കിടയ്ക്ക് ഇവർ ലൈവ് എൻ്റെ കൂടെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഇവരെ അറിയാൻ കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഇവർ സുപരിചിതരാണ്. അങ്ങനെ ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ.